കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെ കച്ചിത്തുരുമ്പായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കേരളം എന്ന് പറയുന്നത്. അതെങ്ങനെയെങ്കിലും വീണ്ടും അവിടെ അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റാരുണ്ട് LDF അല്ലാതെ എന്നൊക്കെയുള്ള തലവാചകങ്ങളൊക്കെ രൂപപ്പെടുന്നത്. പക്ഷെ ഇത്തവണ അധികാരം നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഇന്ത്യയിൽ വേറെ എവിടെയും ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ഇത് അവരുടെ അന്ത്യമാണോ? അല്ല, അത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമയത്ത് ഒരു 1939-40 ശേഷമൊക്കെ 50 കാലഘട്ടമായി കഴിഞ്ഞ് ഏകദേശം ലോകത്തിൽ 56 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. 56 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇന്ത്യയിലുണ്ടായിരുന്നു. ഹിന്ദിയിൽ വന്നത് കേരളത്തിലാണ് 57 അവർ അധികാരത്തിലെത്തി. അതേപോലെ തന്നെ ചൈനയിലെത്തി, അവർ ഹംഗറിയിലെത്തി, അവർ ഹോളണ്ടിലെത്തി, അവർ ക്യൂബയിലെത്തി, അവർ റഷ്യയിലെത്തി. എല്ലാ പല പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു. അങ്ങനെ ഓരോ യൂഗോസ്ലോവാക്യ അടക്കമുള്ള ഓരോ രാജ്യങ്ങളിൽ നിന്നും അവര് ഇല്ലാണ്ടായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്നിപ്പോൾ ലോകത്തിൽ അവശേഷിക്കുന്ന ഏക ജനാധിപത്യ രാജ്യം അത് ഇന്ത്യ മാത്രമാണ്. ഇന്ത്യയിൽ കേരളം മാത്രമാണ്. ഈ കേരളം വിട്ടാലേ ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസം ഇല്ല. കമ്മ്യൂണിസം നേരത്തെ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിവൃത്തിയില്ല. കാരണം അവിടെയൊക്കെ പുതിയ ഓട്ടോമാറ്റിക് സിസ്റ്റം വന്നതിന് ശേഷം അവിടെയെല്ലാം ഇതിന്റെ സിസ്റ്റം മാറിയിരിക്കുകയാണ്. ഇലക്ട്രോണിക് സിസ്റ്റം വന്നു. ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ ആരും ചുവന്ന കൊടി വീശേണ്ട ആവശ്യമില്ല. വണ്ടി പോകണമെങ്കിലും വണ്ടി നിൽക്കണമെങ്കിലും ഇപ്പൊ ചുവപ്പ് കൊടി വേണ്ട. അതുകൊണ്ട് ചുവപ്പ് കൊടി എന്ന് പറയുന്നത് ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ അസ്തമിക്കാൻ പോവാണ്. അതിന്റെ തുടക്കം വാസ്തവത്തിൽ അതിന്റെ അവസാനത്തെ കൊടിയാണ് പിടുത്തമാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പോട് കൂടിക്കൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടാവും. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടാവുന്നൊരു വാർത്തയല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം തന്നെ ഒരു വഴിപിഴച്ച ജനനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. ഇപ്പൊ കേരളത്തിൽ ഉദാഹരണം നോക്കൂ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4 സംഘമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ആ 4 സംഘത്തെയാണ് സ്റ്റാലിൻ 1939-40 അംഗീകരിച്ചത്. ആ 4 സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് പി കൃഷ്ണപിള്ളയാണ്. രണ്ടാമത്തെ ആള് അതിനകത്ത് കെ ദാമോദരനായിരുന്നു. മൂന്നാമത്തെ ആള് EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. മൂന്നാമത്തെ ആള് ശേഖറായിരുന്നു. അവസാനം ഈ 4 പേരുടെ അവസ്ഥ ഇപ്പൊ എന്തായിരുന്നു? EMS മാത്രമാണ് സ്വാഭാവികമായിട്ടുള്ള മരണം ഉണ്ടായത്. ബാക്കി കൃഷ്ണപിള്ളയാണെങ്കിലും ശേഖറാണെങ്കിലും കെ ദാമോദരനൊക്കെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് കൃഷ്ണപിള്ള മരിച്ചു എന്ന് പറയുന്നത് പാമ്പ് കടിച്ച് മരിച്ചു എന്നാണ്. ഏത് പാമ്പാണെന്ന് ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് പല ഖ്യാതികൾ അതിനെ സംബന്ധിച്ചുണ്ട്. ഏത് പാമ്പാണ് കൃഷ്ണപിള്ളയെ കടിച്ചതെന്ന് സംബന്ധിച്ച് അത് കൃഷ്ണപിള്ളയുടെ കാര്യം. രണ്ടാമത്തെ കെ ദാമോദരൻ പിന്നെ പിൽക്കാലത്ത് ഇവിടേക്ക് ഓടിച്ചു കളഞ്ഞു CPIയിലേക്ക്. അത് EMS കൂട്ടുകയാണ് ചെയ്തത്. ചൈനയിലെ പോലെ 4 സംഘം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത് സ്റ്റാലിനാണ്, സാക്ഷാൽ സ്റ്റാലിനാണ്. ആ സ്റ്റാലിൻ തീരുമാനിച്ച 4 സംഘം പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റുകൊടുത്തവരാണ്. ഇപ്പൊ കെ ദാമോദരൻ ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ എന്താണെന്ന് കണ്ടെത്തി തിരിച്ചറിയാൻ സാധിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. പക്ഷെ CPM കമ്മ്യൂണിസം ഒന്നും മുമ്പോട്ട് വെക്കുന്നില്ല. അവരൊരു സോഷ്യലിസ്റ്റ് ബദൽ അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലൂടെയാണ് പോകുന്നത്. അല്ല, അവർ സോഷ്യലിസ്റ്റ് മാതൃകയിൽ കൂടി അവർ പോകുന്നില്ല. കമ്മ്യൂണിസം മാർക്സിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിസം, അത് സ്വാഭാവികമായിട്ട് സോഷ്യലിസം അവരതിന്റെ ഒരു പന്ഥാവായിട്ട് അവർ തെരഞ്ഞെടുത്തു എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പറയുന്നത് ശരിയാണോ? കേരളത്തിന്റെ ഒരു സാമൂഹിക ഐക്യത്തിനൊക്കെ വലിയ നിസ്തൂലമായിട്ടുള്ള ഒരു സംഭാവനയുടെ തെളിവെന്ന് പറ. ഭൂപരിഷ്കരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ കൊണ്ടുവന്നേ. ആ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഇവർ ആദ്യം കൊണ്ടുവന്ന് കരട് തയ്യാറാക്കുന്നത് ഇവര് പറയുന്നത് കെയർ ഗൗരിയം എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ലോ സംഭവിക്കുന്നത്. ആദ്യമായിട്ട് കുടികിടപ്പ് നിയമം കേരളത്തിൽ കൊണ്ടുവരുന്നത് കൊച്ചി രാജാവാണ്, രാമവർമ്മയാണ്. 1945 അത് സംഭവിക്കുന്നതിന് രസകരമായിട്ടുള്ള സംഭവമുണ്ട്. കേരളത്തിന്റെ നിയമസഭയിലേക്ക്, കൊച്ചി നിയമസഭയിലേക്ക് 3 പേരെ സർക്കാർ നോമിനേറ്റ് ചെയ്യാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ പേര് അമ്പല്ലൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആള്, ഞാൻ പേര് മറന്നുപോയി. രണ്ടാമത്തെ ആളെ കണ്ണൻ എന്ന് പറയുന്ന ആള്. മൂന്നാമത്തെ KK മാധവൻ മാഷിന്റെ സഹോദരിയായിരിക്കുന്ന KK ദാക്ഷായിനി. ഈ 3 പേരാണ് ഇവര് നോമിനേറ്റ് ചെയ്യുന്നത്, രാജാവ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇതിലെ ആമ്പല്ലൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന MLA പറഞ്ഞ് ഈ 3 പേര് എറണാകുളത്തുകാരാകണ്ട, കൊച്ചിക്കാരാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ രാജാവ് ഒരാളെ താമസം മാറ്റിക്കുകയാണ്. അദ്ദേഹം കൂർക്കഞ്ചേരിയിലേക്ക് താമസം മാറ്റി. ആ കൂർക്കഞ്ചേരിയിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്താണ് പേരാമംഗലത്ത് നടക്കുന്ന ഐതിഹാസികമായിരിക്കുന്ന ചെത്തുതൊഴിലാളികളുടെ സമരം. ആ ചെത്തുതൊഴിലാളികളുടെ സമരത്തിന്റെ ഭാഗമായിട്ട് 10 കുടുംബക്കാർക്ക് വീട് നഷ്ടപ്പെടുകയാണ്. ഇവർക്ക് നഷ്ടപ്പെടുന്ന വീട് കിട്ടാൻ വേണ്ടിയിട്ട് കൊച്ചി രാജാവിനോട് അപേക്ഷിക്കുന്നത് ഈ ആമ്പല്ലൂരിലെ MLA ആണ്.
അതിന്റെ പേരിൽ അദ്ദേഹം അന്ന് MLC എന്നങ്ങടെ അതിന് പേര് പറയാം. കൊച്ചി രാജാവ് അതിന്റെ പേരിൽ അദ്ദേഹത്തോട് പറഞ്ഞത് നാളെ രാവിലേക്ക് താങ്കൾ അതിന്റെ അകത്തൊരു റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടുവരാൻ പറയുകയാണ്. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ടുവന്നു. 1945 ഏപ്രിലാണെന്ന് എന്റെ ഓർമ്മ. അദ്ദേഹം ആ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കൊച്ചി രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു. അവിടെ വെച്ച് ആദ്യമായിട്ട് തുല്യം ചേർത്തുന്നത് കൊച്ചി രാജാവായിരിക്കുന്ന രാമവർമ്മയാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബന്ധമില്ല. അതിനുശേഷമാണ് KR ഗൗരിയമ്മ. ഇപ്പൊ KR ഗൗരിയമ്മ 1952 ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനകത്ത് ഈ MLA ഉണ്ടായിരുന്നു, അമ്പലക്കാരൻ MLA ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിന്റെ ആദ്യത്തെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി. മന്ത്രിസഭയാണല്ലോ ചെയ്യുന്നത്. ആ മന്ത്രിസഭയാണ് ചെയ്യുന്നത്. അല്ല, 57 മന്ത്രിസഭയിലാണ് രണ്ടാമത് ചെയ്യുന്നു എന്ന് പറയുന്നത്. 57 മന്ത്രിസഭയിലും ചെയ്യുന്നില്ല. അത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളതല്ലാതെ കണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യമല്ലാതെ വന്നതിന്റെ പേരിലാണ് 1971 CH മേനോന്റെ മന്ത്രിസഭ അത് പൂർണ്ണമായിട്ട് നടപ്പിലെത്തിയത്. അച്യുതമേനോന്റെ മന്ത്രിസഭയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു റോൾ കാര്യത്തിലില്ല. കാരണം കോൺഗ്രസ്സുകാർ കൂടി ഭരിക്കുന്ന സമയത്താണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ കൃത്യമായുള്ള നിയമങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ പാസ്സാക്കുന്ന ആ സമയത്താണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ ഉള്ളത്? കുടിയടപ്പ് അവർ കൊടുക്കുന്നതല്ല, അത് കൊച്ചി രാജാവ് കൊടുത്തു തുടങ്ങിയതാണ്. 1945 രാമവർമ്മയാണ് അതിനകത്ത് ആദ്യമായിട്ട് തുല്യം ചേർത്തുന്നത് അദ്ദേഹമാണ്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരല്ല. ഇല്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലരുടെയും കിടപ്പാടങ്ങൾ നശിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ നല്ല എക്സാമ്പിള് അവിടെ പുന്നപ്ര വയലാർ സമരം ഒന്ന് എടുത്തു നോക്ക്. ഇവര് നടത്തിയിരിക്കുന്ന നിരവധി സമരങ്ങള്, കയ്യൂരിലെ സമരം, കരിവള്ളൂരിലെ സമരം, പുന്നപ്രയിലെ സമരം, ഈ പറയുന്ന സമരങ്ങളിലൊക്കെ ജനങ്ങളെ കിളക്കി തള്ളിവിട്ട് ജനങ്ങളെ നിരാലംബരാക്കി അവര് നിരവധി സ്ത്രീകളെ വിധവകളാക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണത്. അതിന്റെ പേരിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് ലോകത്ത് നിന്ന് ഇല്ലാണ്ടായത്. കേരളത്തിൽ നിന്ന് ഇല്ലാണ്ടാവാൻ കാരണം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ തുടങ്ങിയത് എവിടെയാ? കാൺപൂരിലാണ്. ഈ കാൺപൂരിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടോ? അവിടെ ഒരു മുനിസിപ്പൽ കൗൺസിലർ ഉണ്ടോ? അവിടെ ഒരു MLA ഉണ്ടോ? അവിടെ ഒരു MP ഉണ്ടോ? ആരുമില്ല. കാര്യം ഉത്തര ഭാരതത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പടിയടച്ച ഒരു പിണ്ണം വെച്ചു. ഇന്ത്യ മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടോ? ഇന്ത്യ മനസ്സിലാക്കി. ലോകത്തിനെ അവർക്കറിയില്ല, അവർക്ക് മനുഷ്യനെ അറിയില്ല. ലോക ചരിത്രം പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ കൊലപ്പെടുത്തിയിരിക്കുന്നവരുടെ എണ്ണം 10 കോടി ജനങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊന്നിരിക്കുന്നത്. ഞാനിപ്പോ എന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നുമുണ്ട് ആ വധയന്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10 കോടി ജനങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ലോകത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 9,80,00,000 ആളുകളും കമ്മ്യൂണിസ്റ്റുകാരെയാണ് അവർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ എന്റെ വലിയ പ്രശ്നമുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലുന്നു എന്നുള്ള ഭയം നമ്മളെ പോലെ അവർക്കില്ല. മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലുന്നത് ഒരുപക്ഷെ സൂക്ഷിക്കേണ്ട കുഞ്ഞികൃഷ്ണനാണ്, ഒരുപക്ഷെ സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഗോവിന്ദമാഷാണ് തളിപ്പറമ്പിലെ, ഒരുപക്ഷെ സൂക്ഷിക്കേണ്ടത് G. സുധാകരനാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയ ആളുകളെ താമസം വിനാ കൊലപ്പെടുത്തുന്ന ഒരു പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. അങ്ങനെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ, ജനവിരുദ്ധമായ, സ്വന്തം അണികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസം എന്നുള്ളത്. അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയപ്പെട്ടു. അത് സാധ്യമല്ലല്ലോ. ഇന്ത്യ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കുക? ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞേരി. പുന്നപ്ര വയലാറില് സമരം നടന്നല്ലോ. ആ സമരം നടക്കുന്നത് 1946 ഒക്ടോബർ മാസം 23-ാം തീയതി സമരം നടക്കുന്നത്. 24-ാം തീയതി അതേ സ്ഥലത്ത് പുന്നപ്രയിൽ വെച്ചിട്ട് യോഗക്ഷേമ സഭയുടെ യോഗം ചേർന്നിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ യോഗത്തിലാണ് പങ്കെടുത്തേ. ഒരു വാക്ക് പുന്നപ്രയെ കുറിച്ച് അയാൾ പറഞ്ഞിട്ടുണ്ടോ അതിനകത്ത്? ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് അവർ ചരിത്രം പഠിക്കാൻ വേണ്ടി പറയാണ്. പുന്നപ്രയിൽ നടക്കുന്ന യോഗക്ഷേമ സഭയുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പുന്നപ്രയിൽ തൊട്ടു തലേ ദിവസം നടക്കുന്ന സമരത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള പറയുന്നത് EN നന്ദകുമാറല്ല, മറിച്ച് പറഞ്ഞത് ഇതാദ്യം റിപ്പോർട്ട് ചെയ്ത് KC ജോർജ്, EMSന്റെ 1957 മന്ത്രിസഭയിലെ ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയായിരുന്ന KC ജോർജിന്റെ പുന്നപ്ര വയലാർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കില്ല, അവർക്ക് കയ്യൂരിലെ സമരത്തിൽ പങ്കില്ല, അവർക്ക് കരിവള്ളൂരിലെ സമരത്തിൽ പങ്കില്ല, അവർക്ക് ജനങ്ങളെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ മാത്രമാണ് അവർക്ക് പങ്കുള്ളത്. ഇത് വ്യക്തമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ എവിടെ നിന്ന് ഈ ഭാരതത്തെ മനസ്സിലാക്കുക, ഇന്ത്യ മനസ്സിലാക്കുക? അവർക്ക് ഇന്ത്യയെ അറിയില്ല, അവർക്ക് ലോകത്തെ അറിയില്ല, അവർക്ക് മനുഷ്യനെ അറിയില്ല, അവർക്ക് കേരളത്തെ അറിയില്ല, അവർക്ക് മാനവകുലത്തിന്റെ ചരിത്രത്തെ സംബന്ധിക്കുന്ന ഒരു ബോധവുമില്ലാത്ത
അധമ മനോഭാവം സൃഷ്ടിക്കുന്ന ആളുകളുടെ പേരാണ്, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ UP-യെക്കാളും അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കാളും പല മേഖലകളിൽ കേരളം മുൻപന്തിയിൽ തന്നെയാണ്. ഇപ്പം പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഏറ്റവും പ്രധാനമായിട്ട് സാമൂഹികപരമായിട്ട് ഐക്യം. ഇവിടെ ജാതി തമ്മിൽ പ്രത്യക്ഷത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജാതി മതങ്ങളും തമ്മിൽ. ഈ ഒരു സാംസ്കാരിക ബോധമുണ്ടല്ലോ, ഇത് ഊട്ടി ഉറപ്പിച്ചതിൽ ഏതൊക്കെ സർക്കാരുകൾക്ക് പങ്കുണ്ട്? അല്ലെങ്കിൽ കേരളത്തിൽ 60 കൊല്ലം ഭരിച്ച ഒരു സർക്കാരിന് ഇക്കാര്യത്തിൽ പങ്കില്ല. പിന്നെ ആർക്കാണ്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. ഇതിൽ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് മലയാളിയോട് പറഞ്ഞത്, ഒരു മലയാളി ആദ്യം ശ്രമിക്കേണ്ടത് 4 വിഷയങ്ങളാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ, അതേപോലെ നിങ്ങളൊരു വ്യവസായം ആരംഭിക്കണം, നിങ്ങൾ വിദ്യാഭ്യാസം ആരംഭിക്കണം, അതിനുശേഷം നിങ്ങൾക്കൊരു സംഘടനാ രൂപം കൈക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. ഗുരുദേവൻ വെറുതെ കയറി അരുവിപ്പുറത്ത് കയറി പ്രതിഷ്ഠ നടത്തുകയല്ല. അരുവിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കല്ലെടുത്തിട്ട് അരുവിപ്പുറം അമ്പലം അവിടെ കൊണ്ട് വെച്ചിട്ട് ഇതിനെ ക്ഷേത്രം എന്ന് വിളിക്കുകയല്ല ഇത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ നിങ്ങളുടെ വ്യവസായത്തിൽ ശ്രദ്ധിക്കണം, നിങ്ങൾക്കൊരു സംഘടന വേണം എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ ഗുരുദേവനാണ്. ആ ഗുരുദേവനാണ് അനാചാരങ്ങളെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു എന്ന് പറയുന്നത്. ഗുരുദേവനൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന അനാചാര വിരുദ്ധമായ മനോഭാവത്തെ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള പരിശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തി എന്നുള്ള വസ്തുതയാണ്. അതേപോലെ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആരാണ് വേദാധികാര നിരൂപണം നടത്തിയത്? അത് ചട്ടമ്പി സ്വാമികളാണ് നടത്തിയത്, ഇവരൊന്നും ആയിരുന്നില്ല. അതേപോലെ തന്നെ ജാതിക്കുമ്മി എന്ന് പറയുന്ന പുസ്തകം ആദ്യം എഴുതിയാരാ? അത് പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ എഴുതിയത്. ആ ജാതിക്കുമ്മി എഴുതിയിരിക്കുന്ന പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർക്കെതിരായി ഏറ്റവും കൂടുതൽ പ്രചാരവേല നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായിരിക്കുന്ന മാർക്സിന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ട മാധ്യമ ഗുരുവെന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേരളം കണ്ട കടുത്ത വർഗീയവാദിയാണ്, സവർണം മാടമ്പിയാണ്. ഈ മാടമ്പിയുടെ ചൂട് പിടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ, അയാളാണ് മാർക്സിന്റെ ചരിത്രം മലയാളത്തിലേക്ക് ആക്കിയത്. അങ്ങനെയുള്ള ആളുടെ ജീവചരിത്രം വെച്ചുകൊണ്ട് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പരിഭാഷപ്പെടുത്തിയ പുസ്തകം വെച്ചുകൊണ്ടാണ് ഇവർ നമ്മളോട് സംസാരിക്കുന്നത്. ഈ തരത്തിൽ സംസാരമൊക്കെ കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിൽ പരിവർത്തനം വരുത്തിയതിനകത്ത് വലിയ പങ്ക് വഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാലോ, ആരാ ലൈബ്രറി പ്രസ്ഥാനം ആരംഭിക്കുന്നത്? PN മണിക്കരാണ്. അമ്പലപ്പുഴ എന്നാണ് ആരംഭിക്കുന്നത്. എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട്? അന്നത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കുന്നത് 945 ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അമ്പലപ്പുഴ PK നാരായണപിള്ള മെമ്മോറിയൽ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. അതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് വാറോല കൊടുത്തത് ആരാണ്? അല്ല, ഇതിലുള്ള പല ആളുകൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് നിന്ന് പോകാൻ പറ്റിയെന്നുള്ളതാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസവുമായിട്ട് അവരുടെ ചിന്ത കുറച്ചെങ്കിലും അതുമായിട്ട് താതാത്മ്യപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആരെ ചേർന്ന് നിൽക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ എഴുത്തുകാരുണ്ട്, കേരളത്തിൽ കുറെ എഴുത്തുകാരുണ്ട്. ഇവരെ കുറിച്ചിട്ട് പഴയ കാലത്ത് സഞ്ജയം പറഞ്ഞൊരു വാക്കുണ്ട്, ഉത്തമാംഗം വയറെന്നാണ് സഞ്ജയം പറഞ്ഞവരെ കുറിച്ച്. കുട്ടിക്കൃഷ്ണമാരെ അവരെ വിളിച്ചത് ഉദരംഭരികളായിരിക്കുന്ന ആളുകളെന്നാണ് വിളിച്ചത്. ഈ അങ്ങനെയുള്ള ഉത്തമാംഗം വയറായിരിക്കുന്ന ചില ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്താങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കേരളത്തിലൊരു പ്രശസ്ത എഴുത്തുകാരൻ പണ്ട് ഡൽഹിയിലേക്ക് താമസിച്ചിരുന്ന ആളാ, അയാൾ പറയുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം വരണം. വേറെ ആള് പറയുന്നത് യേശു ക്രിസ്തുവിനെ പോലെയാണ് പുള്ളി. ഏതൊരു കാരായി രാജ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഉണ്ട്. ആ ക്രിമിനലിനെ ഒരു കേരളത്തിൽ സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷൻ കമ്പയർ ചെയ്തത് യേശു ക്രിസ്തുവിനോടാണ്. ഈ പറയുന്ന സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷന് യേശു ക്രിസ്തു ആരാണെന്നുള്ളൊരു മനസ്സിലായിട്ടില്ല, അദ്ദേഹത്തിന്റെ സംഭാവനകൾ മനസ്സിലായിട്ടില്ല, കാരായ രാജൻ എന്ന് പറയുന്ന ക്രിമിനലിനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവാം. അവരിൽ നല്ല ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ചില ആളുകൾ, ഈ ആളുകൾ പിന്താങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരിക്കലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുമായിട്ട് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണുള്ളത്. ഒരു ബന്ധവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ അവർ കൊല ചെയ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ നിന്നാണ്. ഹിന്ദുക്കളെ ഉപയോഗിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു സംശയമില്ലല്ലോ. അതായത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്ററും മഹാത്മാ അയ്യങ്കാളിയും അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭനും ഒക്കെ സൃഷ്ടിച്ച, മഹാത്മാഗാന്ധി അടക്കം സൃഷ്ടിച്ച ഒരു ഹിന്ദു വേവ് കേരളത്തിലുണ്ട്. ഒരു സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെതുണ്ട്. എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
ആചാര്യന്മാരായിരുന്ന ആളുകളുടെ വൈക്കം സത്യാഗ്രഹത്തോടുള്ള നിലപാട്. അങ്ങനെയൊക്കെ രൂപപ്പെട്ടു എന്നൊരു ഹൈന്ദവ ഒരു 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 മുന്നേറ്റം കേരളത്തിലുണ്ടായിരുന്നു. അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചവർക്കാണ്. 957 മന്ത്രിസഭ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് വരുന്നത് ശരിക്ക് അന്ന് ശബരിമല ക്ഷേത്രം തീവെച്ച് നശിപ്പിക്കപ്പെട്ടിരുന്നു 950-കളിൽ. അതിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങൾ നടപ്പിൽ വരുത്തുമെന്ന് പറഞ്ഞത് സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അത് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അത് പറഞ്ഞിട്ടാണ് ബാലനാരായണൻ നമ്പി എന്ന് പറയുന്ന ആദ്യത്തെ കേരളത്തിന്റെ സ്പീക്കർ കേരളത്തിന്റെ നിയമസഭയിലേക്ക് മത്സരിച്ചത്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് എന്റെ ഓർമ്മ. ഈ പറയുന്ന ആളുകൾക്ക് അതിനുശേഷം അതെല്ലാം മറന്നുപോയി. അങ്ങനെ ഹൈന്ദവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ ഹിന്ദുക്കളെ ചേർത്ത് പിടിച്ച് ആദ്യം ഒന്നിച്ചേർത്ത് കൊണ്ടുവന്നുവെങ്കിലും പിൽക്കാലത്ത് ഒരു ഹിന്ദു വിരുദ്ധ പ്രസ്ഥാനമായിട്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പിന്താങ്ങുന്ന രീതിയിൽ അധപ്പതിച്ചു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതായത് ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനം ഇല്ല എന്നാണ്. ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അവശേഷിക്കുന്ന അവരാണ് പിന്നാക്കക്കാരായിരിക്കുന്ന ഹിന്ദുക്കള്. നമ്പൂതിരിമാരെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ നമ്പൂതിരിമാരുള്ള ഏത് പ്രസ്ഥാനത്തിലാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. ഏറ്റവും കൂടുതൽ അപ്പർ ക്ലാസ് ഹിന്ദുസ് ഉണ്ടായിരുന്ന ഏത് പ്രസ്ഥാനത്തിലാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. ഏറ്റവും കൂടുതൽ ഈഴവ സമുദായം അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്. മറ്റുള്ള സമുദായം ഒന്നും കമ്മ്യൂണിസ്റ്റുകളല്ല. കേരളത്തിലെ ഹിന്ദുക്കളിൽ തന്നെയുള്ളതില് മറ്റ് അസംഘടിതമായിരിക്കുന്ന പിന്നാക്ക സമുദായങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയല്ല. അവരൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഘടിതമായിട്ടുള്ള ജാതി വിഭാഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരിൽ ചില നേട്ടങ്ങൾ അവരിൽ നിന്നുണ്ടാക്കാനുള്ള പരിശ്രമം നടത്തി എന്നുള്ളതിന്റെ അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ ഹൈന്ദവ ഏകതയിലോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലോ കേരളത്തിന്റെ വ്യവസായ രംഗത്തിന്റെ വളർച്ചയിലോ കേരളത്തിന്റെ വാണിജ്യ രംഗത്തിന്റെ വളർച്ചയിലോ കേരളത്തിന്റെ വ്യവസായ രംഗത്തിന്റെ വളർച്ചയിലോ കാർഷിക രംഗത്തിന്റെ വളർച്ചയിലോ ഒരു പങ്കുമില്ലാത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ അവർക്ക് ജനകീയത ലഭിച്ചു എന്നുള്ളതാണ് വിജയം. അത് കളവ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനോട് പറയുന്നത്, നിങ്ങൾ കളവിന്റെ ചരിത്രമാണ് നിങ്ങൾ രചിച്ചത്. നിങ്ങൾ പറഞ്ഞു ഏറ്റവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊലപ്പെടുത്തിയത് ഹിറ്റ്ലറാണ്. എത്ര പേരെ അയാൾ കൊന്നത്? 80 ലക്ഷം പേരെ. ഏറ്റവും കൂടുതൽ ആളുകൾ കൊന്ന ആളുടെ പേരെന്താ? മാവോ സേത്തുങ് എന്നാണ്. എത്ര പേരെ മാവോ സേത്തുങ് കൊന്നത്? 6.5 കോടി ജനങ്ങളെയാണ്. രണ്ടാമത് കൊന്ന ആളുടെ പേരെന്താ? സ്റ്റാലിൻ എന്നാണ്. അയാൾ എവിടെയായിരുന്നു? സോവിയറ്റ് റഷ്യയിലാണ്. 1936, 37, 38, 39 ഈ ഒരു 4 വർഷക്കാലം കൊണ്ട് അയാൾ സോവിയറ്റ് റഷ്യയിൽ കൊലപ്പെടുത്തിയത് 2 കോടി ജനങ്ങളെയാണ് അയാൾ കൊലപ്പെടുത്തിയത്. അതിന്റെ പകുതി പോലും കൊലപ്പെടുത്തിയിട്ടുള്ള ആളല്ല ഹിറ്റ്ലർ. ഹിറ്റ്ലർ ആകെപ്പാടെ, ഞാൻ ഹിറ്റ്ലർക്ക് ഒന്ന് ചെറുതായിട്ട് പറയല്ല, ഹിറ്റ്ലറെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള അല്ലെങ്കിൽ ഹിറ്റ്ലർ ഉള്ള കാലത്ത് ഹിറ്റ്ലറോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളാണ് സ്റ്റാലിൻ. അങ്ങനെ ഉള്ള സമയത്ത് ചേർന്ന് പ്രവർത്തിക്കുകയും ഹിറ്റ്ലർ നാമാവിശേഷമായി കഴിഞ്ഞതിന് ശേഷം അതിന് ഹിറ്റ്ലറാണ് ഏറ്റവും വലിയ മനുഷ്യക്കുരുതി നടത്തിയിട്ടുള്ള ആള്, ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ മനുഷ്യ സ്നേഹം നടത്തിയതാണ്. അന്ന് ഇവരൊരു വാക്കുപയോഗിച്ചു സോവിയറ്റ് റഷ്യയില്, ഞങ്ങൾ അവരെ നിരുപദ്രവകാരികളാക്കി എന്നാ പറയാം. റഷ്യൻ പാർലമെന്റിൽ 1936 സ്റ്റാലിൻ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനത്തിൽ പറയുന്നത് ഹാംലെസ് ആക്കി എന്ന വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. ഹാംലെസ്സിനെ നിരുപദ്രവകാരിയാക്കി എന്നാണ്. അങ്ങനെ നിരുപദ്രവകാരിയാക്കിയിട്ടുള്ള ആദ്യത്തെ ആളുടെ പേര് ട്രോട്സ്കി എന്നാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോവിയറ്റ് റഷ്യയിലെ തുടക്കക്കാരനായിരുന്ന ലെനിന്റെ വലം കൈയായിരുന്ന ട്രോട്സ്കി. എന്തായാലും നിർത്തും ഇതാണ് പറയാനുള്ളത്, കേരളത്തിന്റെ നെഞ്ചില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷമുണ്ട്. അതിനെ അങ്ങനെയൊക്കെ പറിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ളത് കേരളത്തിന് നെഞ്ചിലില്ല. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ നെഞ്ചിലുള്ള ഒരു കഫക്കെട്ടാണ് കമ്മ്യൂണിസം. ആ കഫക്കെട്ടിൽ ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം. അത് ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കമ്മ്യൂണിസം പൂർണ്ണമായിട്ട് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ മാറാരോഗം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന്, ഈ കഫക്കെട്ട് മലയാളികളുടെ നെഞ്ചിൽ നിന്ന് മാറാനായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സഹായിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.